ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. നമ്മൾ കടയിൽ നിന്നൊക്കെ എല്ലാവരും ഇപ്പോൾ റോസ്മെരി വാട്ടറൊക്കെ ഉപയോഗിച്ച് മുടി വളർത്താൻ ശ്രമിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഒരു പക്ഷേ അത്രത്തോളം അല്ലെങ്കിൽ അതിനേക്കാളും നമുക്ക് മുടി വളർത്താൻ പറ്റിയ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുന്നവരെല്ലാം പെട്ടെന്ന് അത് നിർത്തിയിട്ട് നമ്മുടെ ഈ ഒരു സാധനം ഉപയോഗിച്ച് തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എല്ലാം നമുക്ക് നോക്കിയിട്ട് വരാം. അതിന് മുന്നേ ആരെങ്കിലും വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം. ബെല്ലൈക്കൻ അമർത്താൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് വെച്ച് നിങ്ങളെ ലാഗ് അടുപ്പിക്കുന്നില്ല. നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എല്ലാം ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ എടുക്കുന്നത് നമ്മുടെ റോസ്മെരിയുടെ ലീവ്സ് ആണ് കേട്ടോ. ഈ ലീവ്സ് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ ഓൺലൈനിലൊക്കെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഇപ്പോൾ കടകളിലും കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ലീവ്സ് നമ്മുടെ ഒരു 1.5 സ്പൂൺ അളവിൽ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു 1.5 സ്പൂൺ നമ്മൾ ചേർത്തപ്പോൾ അതിൻ്റെ ഒരു ഡബിളായിട്ട് വേണം നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് വേറൊന്നുമല്ല, നമ്മളുടെ കരിഞ്ജീരകമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കരിഞ്ജീരകം ഇത് രണ്ടും കൂടിയിട്ട് ചേരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ റിസൾട്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഏത് ആപ്പിൽ വേണമെങ്കിലും അല്ലെങ്കിൽ എന്തിൽ വേണമെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രത്തോളം റിസൾട്ട് വരുന്നൊരു സാധനമാണ് കേട്ടോ. ഇത് രണ്ടും കൂടിയിട്ട് ചേരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് നല്ലതായിട്ട് റിസൾട്ട് കിട്ടുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ തന്നെ ചിലരായാലും അത്രയും റിസൾട്ട് കിട്ടുന്ന സാധനങ്ങൾ ചിലപ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മടിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾക്ക് കൂടിയിട്ട് കിട്ടണമെന്ന് കരുതിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊരു കുറച്ച് ഒരു ബൗളിൽ ഹാഫ് ബൗൾ കാണും. നമ്മൾ അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കുകയാണ് കേട്ടോ. ഓവർനൈറ്റ് വെക്കുന്നതാണ് അത്രയും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ വെച്ചിട്ട് വൈകിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും, ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. നല്ല രീതിയിൽ അതൊക്കെ വെള്ളത്തിലേക്ക് അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങിയിട്ടുണ്ടാവും. അതുപോലെ ഇതിന് ഭയങ്കര ഇത് എടുക്കുമ്പോൾ തന്നെ നമ്മളിത് മൂടി വെച്ച് തന്നിട്ട് ഇത് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ഭയങ്കര ആ റോസ്മെരിയുടെ സ്മെല്ല് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ടാവും. നല്ല രീതിയിൽ മണമാണ് അതിന്. അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു ബൗള് ഒരു ഹാഫ് ബൗൾ ഇല്ല അത്രയും കൂടെ വെള്ളം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇപ്പം മൊത്തത്തിൽ നമുക്ക് വേണമെങ്കിൽ 1-1.5 ഗ്ലാസ് വെള്ളം മൊത്തത്തിൽ കണക്കൂട്ടി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. നല്ല രീതിയിൽ തിളപ്പിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും കുറച്ച് കൂടുതലായിട്ട് നമുക്ക് അതിൻ്റെ ഗുണം കിട്ടാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്മെല്ലും നമ്മൾ ഈ ഒരു സാധനം തയ്യാറാക്കി എടുക്കുമ്പോൾ തന്നെ ഇതൊരു ഭയങ്കരമായിട്ട് മണമായിരിക്കും കേട്ടോ. നല്ല അടിപൊളി മണമാണ്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല രീതിയിൽ തിളച്ച് സെറ്റായി വരുന്ന സമയത്ത് നിങ്ങളിത് ഓഫാക്കിയിട്ട് ഇത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ നിങ്ങൾ? നല്ല രീതിയിൽ അതിൻ്റെ രണ്ടിൻ്റെയും ഗുണങ്ങൾ അതിലേക്ക് നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇത് രണ്ടും ആയാലും അല്ലെങ്കിൽ നമ്മളുടെ കരിഞ്ജീരകം ആണെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി ഇത് തണുക്കാൻ വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തണുത്തിട്ടുണ്ട്. മൂടി തന്നെ വെക്കുക കേട്ടോ. അതിൻ്റെ മണവും ഗുണവും ഒന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി തന്നെ തണുക്കാൻ വയ്ക്കുക. അപ്പോൾ നമുക്കിനി ഇത് ചെയ്യേണ്ടത് ഇതൊന്ന് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഒരുപാട് എന്താ പറയുക, നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉള്ളവരാവട്ടെ അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോയിടങ്ങളിൽ കിളിക്കാതിരിക്കുന്നവരാവട്ടെ, അങ്ങനെയുള്ള എന്ത് പ്രശ്നത്തിനും നല്ലൊരു പരിഹാരമാണിത് കേട്ടോ. അപ്പോൾ ഡാൻഡ്രഫിന് പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. ഡാൻഡ്രഫിന് നമ്മൾ ഒരുപാട് ഹെയർ പാക്സ് നമ്മളുടെ അക്കൗണ്ടിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ
അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും നെറ്റ് കയറിലുള്ളവർക്ക് മുടി കൊഴിഞ്ഞു പോയിട്ട് നെറ്റ് കയറി മുടി വളരാതിരിക്കുന്നവർക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റെമഡിയാണ്. മുടി വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ തിക്നെസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കിത് ഒരാഴ്ച വരെയൊക്കെ എടുത്ത് വെച്ചിരുന്ന അല്ലെങ്കിൽ അതിൽ ഒരു 10 ദിവസം വരെയൊക്കെ എടുത്ത് വെച്ചിരുന്ന് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് എനിക്കിത് അധികം ഒന്നും വേണ്ടി വരില്ല കേട്ടോ. ഞാൻ സ്കാൽപ്പിൽ മാത്രമാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇത് സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. കാരണം നമുക്ക് അവിടെ നിന്നാണ് മുടി വളരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ കെയർ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് മുടിക്ക് ഫുള്ളായിട്ട് കെയർ കൊടുക്കേണ്ടതില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇടയിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. കൈകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ ദേ കുളിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഷാമ്പു വാഷൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് തല സ്കാൽപ്പ് നല്ല വൃത്തിയായിട്ടിരിക്കുന്ന സമയത്ത് വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓരോരോ വകച്ചിലായിട്ട് എടുത്തും അല്ലെങ്കിൽ നെറ്റിയിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് വേണമോ അവിടെയൊക്കെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ചെറിയൊരു മസാജ് കൊടുത്തിട്ട് മുടി അങ്ങനെ തന്നെ വിടാവുന്നതാണ് കേട്ടോ. നമ്മളുടെ മുടി കുളിച്ചതല്ലേ, അപ്പം നനഞ്ഞത് അത് ഉണങ്ങുന്നതിനനുസരിച്ച് ഇതും ഡ്രൈ ആയിക്കോളും. പിന്നെ നീരിറക്കം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കും എന്തായാലും റിസൾട്ട് കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് ഡൗട്ടൊന്നും ഇല്ല കേട്ടോ. കാരണം എനിക്ക് തൈറോയ്ഡ് ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇത്രത്തോളം റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത നിങ്ങൾക്ക് എത്രത്തോളം റിസൾട്ട് ഉണ്ടാവും അതെനിക്ക് ഭയങ്കരമായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഓരോരോ വകച്ചിലായിട്ട് എടുത്തിട്ട് ഫുള്ളായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. മസാജ് ചെയ്യാൻ ചെറുതായിട്ടൊരു മസാജ് മതിയാവും. ഫുള്ളായിട്ട് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടൊരു മസാജ് പോലെ അത്രയും തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളൊരു വീക്ക്ലി ഒരു 3 പ്രാവശ്യം വരെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. കുറച്ചുകൂടെ ഈസി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 2 ദിവസം കൂടുമ്പോൾ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഭയങ്കര റിസൾട്ട് വരും. 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് ഒക്കെ വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇത് എങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല. അത്രത്തോളം റിസൾട്ട് കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കിട്ടുന്ന റിസൾട്ടൊക്കെ എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുകയും വേണം കേട്ടോ. എന്നാലേ എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനൊക്കെ തോന്നുള്ളൂ. അപ്പോൾ അത് ഇനി ഇവള് വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും പറയാതിരിക്കരുത് കേട്ടോ. എന്തായാലും വന്ന് പറയാം നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുള്ളതാണോ, എല്ലാം വന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ നമ്മൾ ചാനൽ കയറിയിട്ട് വീഡിയോസ് ഫുള്ളായിട്ടൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. ടാറ്റാ.